ചങ്ങാതിമാരെ ഇന്നൊരു കിടുക്കാച്ചി ഐറ്റമായിട്ടോ കേട്ടോ നമ്മളിന്ന് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് തോക്ക് വെച്ച് തീ പിടിപ്പിക്കാം. ശേഷം ഒരു ഉരുളിയങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഉരുളിയിലേക്ക് ഇതുപോലെ നെയ്യങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിലങ്ങ് ഒഴിച്ച ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും ആപ്പിളും ആ ഗീലിട്ടങ്ങ് നമുക്ക് വരട്ടിയെടുക്കാം. ഇതുപോലെ നല്ല രീതിയിലങ്ങ് വരട്ടിക്കും. ഒന്നും നോക്കണ്ട, നല്ല കട്ടക്കങ്ങ് വരട്ടിക്കും. വരണ്ടങ്ങ് സെറ്റായി വരുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞത് അവനും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടങ്ങ് മിക്സ് ചെയ്യുക. കണ്ടില്ലേ? മിക്സ് ചെയ്ത് സെറ്റായ ശേഷം കുറച്ച് ശർക്കരപ്പാനി ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഈവൻ സെറ്റായെന്നറിയുമ്പോഴേക്ക് ഇത് നമുക്ക് നല്ല രീതിയിൽ അങ്ങ് ഇളക്കാം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടി പിടിക്കാതെ ഇളക്കണം. നല്ല കുറുക്കി എടുക്കുക. ഈ സമയത്ത് നല്ല മണമാണ് വരുന്നത് കേട്ടോ, ഒന്നൊന്നര മണം. ഈ മണം വരുമ്പോൾ തന്നെ നമുക്ക് കിളി പോകും. അപ്പോൾ ഇതുപോലെ അങ്ങ് കുറുക്കി ഇങ്ങ് എടുക്കുക. ആ സമയത്ത് നമുക്ക് കുറച്ച് രണ്ടാം പാല് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറുകിയ ശേഷമേ ഒഴിക്കാവുള്ളൂ. ഒഴിച്ച് ഇവരെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. നല്ലോണം അങ്ങ് ഇളക്കിക്കോ കേട്ടോ, കണ്ടിന്യൂ അങ്ങ് കട്ടൊക്കെ അങ്ങ് ഇളക്കിക്കോ. ഒന്നും നോക്കണ്ട. ഇതുപോലെ കുറുകി ഇങ്ങ് വരുന്നത് കാണാൻ പറ്റും. ഈ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാലെടുത്ത് അതിലേക്ക് ചുക്കുപൊടിയും ജീരക പൗഡറും ഏലക്ക പൗഡറും എല്ലാം ഇട്ടങ്ങ് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് കലക്കി അങ്ങ് വെക്കാം. കലക്കിയ സംഭവം റെഡിയായ ശേഷം ഇവനെ എടുത്ത് പായസത്തിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ അങ്ങ് ഒഴിക്കുക. എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. വെള്ളം തുഴയുന്ന പോലെ അങ്ങ് പിടിച്ചു. അടി പിടിക്കാതെ നോക്കണം. പായസം ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എല്ലാം കഴിയാറാകുമ്പോഴേക്ക് ഫസ്റ്റ് പാൽ നല്ല കുറുകിയ പാലെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. പാല് പിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നല്ല രീതിയിൽ അങ്ങ് ഇളക്കി സെറ്റായിരിക്കുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ അങ്ങ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇവനങ്ങ് നല്ലവണ്ണം അങ്ങ് കറക്കിക്കും. ഒന്നും നോക്കണ്ട. ഇപ്പം ഇവൻ്റെ മണം ഒന്നൊന്നര മണം കേട്ടോ, കിളി പോവും. നമുക്ക് കൊതി വന്നിട്ട് ഒരു രക്ഷയുണ്ടാവില്ല. വായിലൊക്കെ വെള്ളം വന്നിട്ട് രക്ഷയില്ല ചങ്ങാതിമാരെ. ശേഷമേ നേരെ ഒരു ബൗളിലേക്ക് ഒരു ഇച്ചിരി പായസം ഒഴിക്കുക. കണ്ടില്ലേ? കൊതി വന്നിട്ട് രക്ഷയില്ല. എന്നിട്ട് ഇവനെ ഒരു പിടുത്തങ്ങ് പിടിക്കുക. എന്നാ രുചിയാണ് ചങ്ങാതിമാരെ. ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ തല്ലി